ഹലോ, ദിസ് ഈസ് ബെൽജൻ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ NRI ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. NRI ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നും വേറെ നാടുകളിൽ, അതായത് മറ്റുള്ള കൺട്രികളിൽ പോയിട്ട് ജോലിയെടുക്കുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്യുന്ന NRI ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. പലപ്പോഴായിട്ട് പല സംശയങ്ങളും ഇവർക്ക് വരാറുണ്ട്. ഞാൻ വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് NRIസിന് വേണ്ടി. അപ്പോൾ അതിലും ഒരു അല്പം കൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയും അപ്ഡേഷൻസ് തരാനും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരി, ആദ്യത്തെ ഡൗട്ട് ഇതാണ്: NRIക്ക് എന്ത് അക്കൗണ്ടാണ് വേണ്ടത് ഷെയർസ് വാങ്ങിക്കാനായിട്ട്? ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഏത് അക്കൗണ്ടാണ് വേണ്ടത്? അത് റെസിഡൻറ്റ് അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുമോ? റെസിഡൻറ്റ് അക്കൗണ്ടിൽ ചെയ്യാൻ പാടില്ല. ആസ് പെർ റൂൾ NRIക്ക് NRI അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ. റെസിഡൻറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. നാട്ടിൽ നിന്നും ജോലിക്കോ ബിസിനസ്സിനൊക്കെ വേണ്ടി മറ്റുള്ള കൺട്രികളിൽ ചെന്ന് നിൽക്കുമ്പോൾ NRI സ്റ്റേറ്റസ് ആകുകയാണ് ചെയ്യുക. ആ NRI സ്റ്റേറ്റസ് ആകുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാറില്ലേ? റെസിഡൻറ്റ് അക്കൗണ്ടിൽ നിന്ന് NRI സ്റ്റേറ്റസിലേക്കുള്ള അക്കൗണ്ടാക്കി മാറ്റാറില്ലേ? അതുപോലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും NRI സ്റ്റേറ്റസിലേക്ക് മാറ്റിക്കൊള്ളണം, ഒരു സംശയമില്ല. അങ്ങനെ NRI സ്റ്റേറ്റസിലായിരിക്കുന്ന ഒരാൾ റെസിഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. പലപ്പോഴായിട്ട് പലരും ചെയ്യാറുണ്ട്, NRO ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് റെസിഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ NRI സ്റ്റാറ്റസിൽ ഒരാൾ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ടുകളെ കുറിച്ചാണ് ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. NRI സ്റ്റാറ്റസിൽ ഒരാൾ 2 അക്കൗണ്ടുകൾ, ഡിമാറ്റ് അക്കൗണ്ടുകൾ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. NRI ഡിമാറ്റ് അക്കൗണ്ടും NRO ഡിമാറ്റ് അക്കൗണ്ടും. ക്ലിയർ ആണല്ലോ? NRI ഡിമാറ്റ് അക്കൗണ്ടിൽ എന്താണ്, നമ്മൾ പുറത്തുള്ള ഇൻകം, പുറത്തുനിന്ന് കിട്ടുന്ന വരുമാനം, ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഷെയർസ് വാങ്ങിക്കാം. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനും സാധിക്കും ആ കറൻസിയിലേക്ക്. അതായത് റീപാട്രിയേഷൻ പോസിബിളാണ് NRI അക്കൗണ്ടിൽ. അപ്പോൾ NRO അക്കൗണ്ടോ? NRO അക്കൗണ്ടിലും ഇതുപോലെ പുറത്തുള്ള ഇൻകം, എബ്രോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് ഷെയർസ് വാങ്ങിക്കാം, കുഴപ്പമില്ല. അതിനൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ റെൻ്റൽ ഇൻകം ആവാം, അല്ലെങ്കിൽ വല്ല സ്ഥലം വിറ്റ് കിട്ടിയതാകാം, റിലേറ്റീവ്സ് തരുന്നതാകാം. ഈ എമൗണ്ടൊക്കെ നമുക്ക് NRIയിലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ? NRI ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും NRO ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ക്യാഷോ ഷെയർസോ, ഇപ്പോൾ റെസിഡൻറ്റ് അക്കൗണ്ട് സ്റ്റേറ്റസിൽ കീപ്പ് ചെയ്യുന്ന ഷെയർസ് പോലും നമുക്ക് NRI അക്കൗണ്ടിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, NRO ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ NRO ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പർപ്പസ് മനസ്സിലായല്ലോ. അവിടെ നിന്നുള്ള എബ്രോഡുള്ള ഇൻകം വെച്ചിട്ട് വാങ്ങിക്കാം, നമ്മളെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം വെച്ചിട്ട് നമുക്ക് ഷെയർസ് വാങ്ങിക്കാനുള്ള അക്കൗണ്ടാണ് NRO ഡിമാറ്റ് അക്കൗണ്ട്. അതിൻ്റെ കൂടെ ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടാവും. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്, NRIക്ക് നാട്ടിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, NRI അക്കൗണ്ടിൽ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ബൈയും സെയിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആണ്. കുഴപ്പമില്ല, ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നാട്ടിൽ ഒരു റെസിഡൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പുറത്ത് എബ്രോഡ് ഇരുന്നിട്ടും നമുക്ക് വേണമെങ്കിൽ ഷെയർസ് ബൈയും സെല്ലൊക്കെ ചെയ്യാൻ പറ്റും. ആകെ ഒരു കാര്യം, ഷെയർസിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. സ്വിങ്ങും പൊസിഷനും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും പോസിബിളാണ്. ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന NRO നോൺ PAS അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, അതായത് NRO നോൺ PAS അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. അത് ഇൻട്രാഡേയോ സിങ്ങോ പൊസിഷനിലോ ഒക്കെ ചെയ്യാൻ പറ്റും. NRIക്ക് പൊതുവെ ചാർജ് കൂടുതലാണെന്നുള്ള സംസാരമുണ്ട്. അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ റെസിഡൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് NRI അക്കൗണ്ടും. ആകെ ഒരു വ്യത്യാസമുള്ളത്, റെസിഡൻസിന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രം ടാക്സ് അടച്ചാൽ മതിയെങ്കിൽ NRIസിന് ഓരോ പ്രാവശ്യം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോഴും അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ടാക്സ് TDS ആയിട്ട് പിടിച്ച്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് തന്നെ കട്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. അതാണ് TDS എടുക്കുന്നത്, ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന TDS. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലാരിറ്റി തന്നു എന്ന് വിചാരിക്കട്ടെ. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളും ക്ലാരിഫിക്കേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്കറിയാം, ഒരുപാട് ഏരിയ ഉണ്ട് കവർ ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാം കൂടി പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ടെങ്കിൽ, NRI റിലേറ്റഡ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ NRI ഫ്രണ്ട്സ് എല്ലാവർക്കും പെട്ടെന്ന് അയച്ചു കൊടുത്തോ. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.